കഴിഞ്ഞ കൊല്ലത്തെ കർക്കിടക മാസം ദാ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോഴേക്കും അടുത്ത കർക്കിടകം തുടങ്ങി. ഇനി കാലത്ത് എണീറ്റ് രാമായണമൊക്കെ വായിച്ച് മുക്കുറ്റിക്കുറിയൊക്കെ തൊട്ട് പുതിയ ദിവസങ്ങള്. ഒരു ദൈവീകമായ ദിവസങ്ങള്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് തുടങ്ങിയാലോ? കുറച്ചധികം ദിവസമായില്ലേ നമ്മൾ നമ്മുടെ കാടും കാട്ടിലത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ആകാശവും കാടും ഒരുമിച്ച് ഇങ്ങനെ മഞ്ഞോട് മഞ്ഞ് ചേർന്ന് അല്ലെങ്കിൽ കൈയോട് കൈ കോർത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാടും കാടിന്റെ ഭംഗികളൊന്നും ആസ്വദിക്കാൻ പറ്റാറില്ല. പിന്നെ നമുക്കേ പോയിട്ടൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം ട്ടോ. നമ്മുടെ പൊറോട്ടയെ നൂൽ പൊറോട്ട ഉണ്ടല്ലോ, ഒരു 3 ബാക്കിയുണ്ട്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിക്കോട്ടെ കേട്ടാ. ബാക്കി വന്ന സംഭവങ്ങളൊക്കെ വേറെ ഏതെങ്കിലും വിഭവങ്ങളാക്കിയിട്ട് മാറ്റി തിരിച്ച് കഴിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഹോബിയല്ലേ. ആ ഒരു ഹോബിയുടെ ഭാഗമായിട്ട് ഇതിനെയും കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് കടുകും ജീരകവും നമ്മുടെ എണ്ണയിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇലയും നമ്മുടെ നാടൻ പച്ചമുളകും അതും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ശ്രീകുട്ടനെ കഴിക്കണ കാരണം കൊണ്ട് നമ്മൾ വളരെ കുറച്ച് പൊടികളെ ചേർക്കണുള്ളൂ. നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. 4 മണിക്ക് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ വെറൈറ്റി വേണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയും പുട്ടും അതുപോലെ തന്നെ ഉപ്പുമാവും പിന്നെ നമ്മുടെ നൂൽപുട്ടും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇവ നമ്മുടെ ചോറ് പോലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടായിരുന്നു കുറച്ച്, അതൊന്ന് നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കൊത്തു പൊറോട്ടയാണ് കേട്ടോ, അല്ലാത്ത പൊറോട്ടയും ചേർക്കാം. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല നാടൻ മുട്ട. ഡെൽസി ആൻറ്റീനെ എന്താ ഡെൽസി ആൻറ്റീന്ന് വിളിക്കണതെന്ന് ചോദിച്ചു. ശ്രീകുട്ടൻ വിളിക്കുന്നതാണ് കേട്ടോ അങ്ങനെ. നമ്മള് ഞാൻ ഡെൽസി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആൻറ്റിയുടെ അവിടുത്തെ കോഴിയുടെ മുട്ടയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇവിടെ നാടൻ മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും. ആൻറ്റി ശ്രീകുട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടും അവിടെ മുട്ടയാവുമ്പോൾ. അപ്പോൾ നമ്മളത് പുഴുങ്ങി കഴിക്കും. അതുപോലെ തന്നെ ഇതുപോലെ അടിച്ചൊഴിച്ച് ഇതുപോലത്തെ വേറെ വിഭവങ്ങളാക്കി കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പൊറോട്ടയും കൂടെ അതിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുത്തപ്പോൾ അതെ നമ്മുടെ കൊത്തു പൊറോട്ടയായി. ഇതിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇടാം ട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എഗ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലാണ് ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് വിഭവങ്ങളൊക്കെ കൊടുത്തു വിടാൻ പറ്റുള്ളൂ ട്ടോ. പക്ഷെ നമ്മളിന്നിപ്പോൾ സ്കൂളിലേക്ക് ഇത് കൊടുത്തു വിടുന്നില്ല. അവനിന്ന് അവധിയാ. ഇന്ന് ക്ലാസ്സിക്കൊന്നും പോണ്ട. അത് കാരണം നമ്മുടെ കാലത്ത് ഇതൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു ഹൈലൈറ്റ് മാൾ വിസിറ്റിംഗ് ഉണ്ട്. കാരണം കുഞ്ഞിന് കുറച്ചധികം സാധനങ്ങൾ ഹോസ്റ്റലിലേക്ക് നിൽക്കുമ്പോൾ വേണമല്ലോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോണം. അപ്പോൾ നമുക്കൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പതുക്കെ ഇറങ്ങാം ട്ടോ ഹൈലൈറ്റ് മാൾ വരെ ഒന്ന്. കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഒരുപാട് കാലമായിട്ട് നമ്മുടെ സ്കിന്നിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള നമ്മുടെ ആ പ്രൊഡക്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഈ കണ്ടന്റ് ഉണ്ടാക്കലും അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈം കണ്ടെത്തുക തന്നെ വേണം കേട്ടോ. ചില സമയങ്ങളിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ കുരുവൊക്കെ വരും. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മാജിക് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത്. പിമ്പിൾസ് വരുന്നത് പോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ഈ ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ട്ടോ. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡ് ആണ് കേട്ടോ ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. 100% സോസ്ഡ് ടർമറിക്കും ഉണ്ട്. ഡാർക്ക് സ്പോട്ട് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ചിലപ്പോൾ സ്കാർ ആയിരിക്കാം, എക്സസീവ് സൺ എക്സ്പോഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ സ്കിന്നിന്റെ ഗ്ലോ റിവീൽ ചെയ്യുന്ന മാജിക് പ്രോഡക്റ്റ്. നമ്മുടെ സ്കിന്നിലത്തെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യുന്ന ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഇവൻ. ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ്, ക്വിക്കിലി അബ്സോർബ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലത്തെ ഡാർക്ക് സ്പോട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു ഗ്ലോയിങ് സ്കിന്ന് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും കേട്ടോ. ഗ്ലോയിങ് സ്കിന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തോട്ടോ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഇവൻ ടോൺ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇനി അപ്ലൈ ചെയ്യുന്നൊരു 2-3 ഡ്രോപ്സ് എടുക്കുക, നമ്മുടെ ഫേസ് മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതും അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റിലി ഒന്ന് അബ്സോർബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ ഉണ്ടാവും. കണ്ടില്ലേ, നല്ല മാറ്റല്ലേ, നന്നായിട്ട് തിളങ്ങണില്ലേ, അതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തോ, വലിയ ഡിസ്കൗണ്ട് ഉണ്ടാവും. നമ്മളെങ്ങടെ പോണോ? നമ്മള് കുഞ്ഞിന് പോവാനുള്ള ഒരുക്കത്തിനുള്ള സംഭവങ്ങൾ മേടിക്കാൻ പോവുകയാണ്.
കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദുബായിക്ക് വിടണം വലിയവർക്കൊക്കെ. അങ്ങനെ ഞങ്ങളുടെ മുഖത്തുള്ള ആ സന്തോഷം എന്ന് പറയുന്നത് ഊര് തണ്ടാൻ പോകുന്നതിൻ്റെയാണ്. എന്താണെന്നറിയില്ല, പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന്. ഇപ്പോൾ വാതിലൊക്കെ പൂട്ടി നമുക്ക് ഇറങ്ങിയാലോ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു 10-17 കിലോമീറ്റർ പോകണം. തൃശ്ശൂർ എത്തണ്ടതിനേക്കാളും മുന്നാണ് കേട്ടോ ഹൈലൈറ്റ് മാൾ വരുന്നത്. അവിടെ ലുലു ഡെയിലി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഭാഗ്യൻ വന്ന് ഡീസൽ ഒഴിക്കുന്നത് കണ്ടത് നമ്മുടെ വണ്ടിയിൽ. ഒരു വട്ടമൊക്കെ ഓക്കെ, ഇടയ്ക്ക് ആക്ച്വലി ശ്രീകുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാൻ നേരത്താണ് ഭാഗ്യം അറിഞ്ഞത് വണ്ടിയിൽ പെട്രോൾ ഇല്ല എന്നുള്ള, പെട്രോളല്ല ഡീസൽ ഇല്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഒരു കുപ്പി, എന്തെല്ലാം ഐഡിയകളല്ലേ മനുഷ്യന്മാരുടെ തലയിൽ മാത്രം ഇരിക്കുന്ന ഐഡിയകളാണത്. കുഞ്ഞിലില്ലാത്ത കാരണം കൊണ്ട് ഇതവിടെ വരെ ഓടും, കട വരെ ഓടും. എന്തെല്ലാം ഐഡിയകളാണല്ലേ. ഇന്നലെ ശ്രീകുട്ടനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അതിൽ ഡീസൽ ഇല്ലാത്ത കാര്യം അറിഞ്ഞത്. പിന്നെ എവിടെ നിന്നൊക്കെയോ മേടിച്ചു കൊണ്ടുവന്ന് ആൾ സെറ്റാക്കി. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ കാടും മലയും കടന്ന് പോകുന്നത് സിറ്റിയിലോട്ടാണ്. സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നോട് പൊതുവെ എല്ലാവരും പറയാറുണ്ട്, നമ്മൾ ഈ മലയോര പ്രദേശമായ കാരണം കൊണ്ട് ഇവള് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടുന്നത് അപൂർവമാണെന്നുള്ള കാര്യം. നമ്മുടെ ഇവിടെ ബസ്സും സംരംഭങ്ങളൊക്കെ കുറേ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ബസ് കിട്ടിയില്ല കേട്ടോ. ഈ ഒരു ചുമന്ന വാഹനത്തിലാണ് നമ്മുടെ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത്. ചേട്ടൻ നല്ല പൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, നൊസ്റ്റാൾജിക് ഒരു വൈബ് ആഗ്രഹിക്കുന്ന ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടൻ നമ്മളറിയാം, നമ്മളോട് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കാണ്ട് അവിടം വരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ. കാര്യം നമ്മുടെ ഇവിടെ എല്ലാവർക്കും കൃഷിയാണ് കേട്ടോ. ഈ അരിവശത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഈ അടയ്ക്കാമരവും വാഴയും തെങ്ങും പടവലവും ഒക്കെ ആയിട്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ചേട്ടന്മാർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നാടും നാട്ടുവഴികളും ഒക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഗംഭീര മഴ. അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ ഷട്ടർ തട്ടി അതിൻ്റെ ഉള്ളിൽ ഒരേ ഇരിപ്പായി. ഇതിലെ ഇങ്ങനെ പുത്തൂർ വഴി, നമ്മളിപ്പോൾ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കുറേയേറെ മൃഗങ്ങളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് മൃഗങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ആവശ്യമില്ല, ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ് കുട്ടികളെ. ഹൈലൈറ്റ് മാളിൽ കുറച്ച് നേരം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നടന്നു. പിന്നെ നമുക്ക് മാക്സിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ എടുക്കാനുണ്ടായിരുന്നു. കുഞ്ഞൻ പോകുന്നത് കോതമംഗലത്തേക്കാണ് കേട്ടോ. സ്കൂളിൻ്റെ പേര് ഞാൻ പിന്നെ ഒരു വ്ളോഗിൽ മെൻഷൻ ചെയ്യാം, കാരണം എനിക്കറിയില്ല. അപ്പോൾ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകൾ ആവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല കോളേജിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1-2 ജീൻസ് എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഒരു ടോപ്പിന് 249 റുപ്പീസ്. അത് നമ്മൾ നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ 2 ടോപ്പിന് 249 നമ്മൾ വായിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ 249 ഈച്ച് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിൽ പോകുന്നവർ അത് ശ്രദ്ധിച്ചിട്ട് വായിച്ചോളൂ. അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസും അതുപോലെ തന്നെ കുഴപ്പമുണ്ടായിട്ട് മെറ്റീരിയലാണ് അവിടെ നിന്ന് കിട്ടുക. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് എടുത്തായിരുന്നു. പറഞ്ഞില്ല എന്ത് ചെയ്ത്. വ്യത്യാസമുണ്ട്, ഡിസൈൻസ് വ്യത്യാസമുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഡ്രസ്സ് ഇല്ലേ. പിന്നെ നമ്മൾ കുറച്ച് എടുത്ത് ട്രയലൊക്കെ നോക്കി. ഇതേ കണ്ടോ, ട്രയൽ നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഓവർ സൈസ്ഡ് ആയിട്ടുള്ളത് വേണം അത്രേ. പൊതുവേ കുഞ്ഞൻ വണ്ണം കുറവാണ്, അത് കാരണം കൊണ്ട് കുറച്ച് വണ്ണം തോന്നിക്കാൻ ഓവർ സൈസ്ഡ് ആയിട്ടുള്ളത് വേണം ചിറ്റേന്ന് പറഞ്ഞ ആൾ കുറച്ച് അതൊക്കെ വാരി എടുത്തു. ഞാനും കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ കൈക്ക് ഭയങ്കര നീളം പോലെ, ഇത് ഭയങ്കര ഓഫ് ഷോൾഡർ പോലെ, അത് ഞാൻ എടുത്തില്ല. പിന്നെ എടുത്തതൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ടോപ്സും അതുപോലെ തന്നെ ആ വെൽവെറ്റിൻ്റെ പാൻറ്റിനോട് മാച്ച് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് എടുത്തിട്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ചധികം നാളായിട്ടേ ഞാൻ ഈ ഒരു കംഫർട്ടബിളാണ് ഒതുങ്ങി നിൽക്കുന്നത്. നമ്മൾ ചുരിദാറായിരുന്നു കുറേ നാൾ ഇട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ജീൻസിലേക്ക് മാറിയപ്പോൾ ജീൻസായി കംഫർട്ട് സോൺ വന്നു ഗൈസ്. അങ്ങനെ കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള തുണിത്തരങ്ങളും ബാക്കി അൽത്തുകൊളുത്ത് സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ ലുലു ഡെയിലിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് ഫേസ് ക്രീമുകൾ അതുപോലെ തന്നെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണമല്ലോ. ഒരു പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചു. ഇവർ 4 ഫ്രണ്ട്സ് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ടതായി വന്നിട്ടുള്ളത്. കുറേ കാര്യങ്ങളൊക്കെ അതും ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വിക്സിനോട് കുഞ്ഞൻ്റെ എൻ്റെ ഒക്കെ പോലെ അഡിക്ഷൻ ഉള്ളവരുണ്ടോ? ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര അഡിക്ഷനാണോ. അത് പുളി വയറിളക
സംസ്കാരമില്ലാത്തവർ. ഇവിടെ ദശമൂലാരിഷ്ടം കേട്ടാ. ഈ ദശമൂലാരിഷ്ടത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരുണ്ടോ? പക്ഷെ അതൊരു അഡിക്ഷൻ ആണെന്നുള്ള കാര്യം എനിക്കിത് കുടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് വേണ്ടത് ഈ വക സംഭവങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമുക്ക് പ്രൊമോഷന് കിട്ടുന്ന ഐറ്റംസ് ഒന്നും നമ്മൾ അങ്ങനെ മേടിക്കേണ്ടി വരാറില്ല കേട്ടോ. സ്കിൻ കെയർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ കത്രിക, ഇതുപോലത്തെ വലിയ തീപ്പെട്ടി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 10 രൂപയുള്ള ആ ഒരു വലിയ പെട്ടിക്ക് നമ്മൾ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ വലിയ തീപ്പെട്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനത് നമ്മുടെ വീടിൻ്റെ പുറത്ത് ചപ്പു ചവറൊക്കെ തീയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോഴേ ഈ സംഭവവും നമ്മൾ മഴയത്ത് കൊണ്ട് വെച്ചു. അത് കാരണം എൻ്റെ ഒരു കൂട് തീപ്പെട്ടി അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ കുഞ്ഞിന് കുറച്ച് തീപ്പെട്ടികൾ മേടിച്ചു. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മൾ പുകയ്ക്കാനുള്ള സംഭവങ്ങൾ മേടിക്കാറ്. ബെഡ്ഷീറ്റ് മേടിച്ചു. ചേച്ചി ഞെക്കി നോക്കിയൊക്കെ മേടിക്കുന്നുണ്ട്. പഴുത്തോന്നാണോ ബെഡ്ഷീറ്റ്? അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളുടെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ മദ്യപിച്ച് നിൽക്കണ ചിറ്റ കുറച്ചധികം നാളായിട്ട് നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പാത്രങ്ങൾ. അത് 120 രൂപയ്ക്ക് എങ്ങാണ്ടാണ് അത്ര കൊടുത്തിരുന്നത്. ഇപ്പോൾ 140 രൂപയ്ക്കായി. പിന്നെ ഈ പാതിരാത്രിക്ക് അഴിച്ചു വിട്ട കോഴിയുടെ പോലെ കുറേ അവിടെ ഇവിടെയും കിടന്ന് നടക്കും. കുറേ ഓഫർ ഉണ്ടോ എന്ന് നോക്കും. അതിൽ നിന്നൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുക്കും. പിന്നെ കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കും. അവളുടെ കൂടെ കുറേ കത്തിയടിച്ച് നിൽക്കും, കുറേ വായ നോക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുമിച്ച് ഇറങ്ങുന്നത്. അങ്ങനെ കുഞ്ഞിന് ഉണക്കമീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാമൻ മേടിച്ചുകൊണ്ട് വരുന്നു പറഞ്ഞ ആളെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ പോയതാണ്. അവിടെ നിന്ന് നമ്മൾ മീൻ മേടിക്കാറില്ല. ഇതിനേക്കാളും വില കുറവിലാണ് നമുക്ക് നമ്മുടെ ഒക്കെ കൊണ്ടുവന്നിരുന്നത് കേട്ടോ. പിന്നെ പച്ചക്കറി സെക്ഷനിലേക്ക് നമ്മൾ പോവാറേ ഇല്ല. അപ്പോഴേക്കും ശ്രീകുട്ടൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടന് സ്കൂളിൽ നിന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അത് കാരണം കൊണ്ട് ആൾക്ക് ഉച്ച കഴിഞ്ഞിട്ടേ പോണ്ടി വന്നുള്ളൂ. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിക്കാനുള്ളതൊക്കെ മേടിച്ച് നമ്മൾ ഉല്ലൂരിക്കാണ് പോകുന്നത്. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു സോരി പോലത്തെ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ അതും കൈ പിടിച്ചതാ പോകുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലേ, ഭയങ്കര കത്തിയാണ്, അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറേ പൈസ ചിലവാകുന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എല്ലാം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് കിട്ടി, കുറച്ച് ഐലൈനറും ലിപ്സ്റ്റിക്കും സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതും മേടിച്ചു. അങ്ങനെ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ദിവസം ഇങ്ങനെ കുറച്ച് എൻജോയ് ചെയ്ത് നമ്മൾ നടന്നു എന്നതിലുപരി നമുക്കെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും കേട്ടോ. വേറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ പെട്രോൾ കാശും ഈ ഡീസൽ കാശും തന്നെ വേണം നമുക്കിത് അന്വേഷിച്ച് നടന്ന് അവിടെ തന്നെ നമ്മുടെ ചിലവ് വരും. പണ്ടൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന പരിപാടിയിലായിരുന്നു. ഇപ്പം ഭാഗ്യം പറഞ്ഞു പറഞ്ഞ് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഈ ഡീസൽ കാശ് കളയുന്ന പൈസ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മേടിച്ചുകൂടെ എന്ന് ചോദിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ 10 രൂപ, 20, 25, 40, 50 രൂപ ഞാൻ കവറുമ്മ എന്തായാലും ലാഭിച്ചായിരുന്നു. കവർ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയായിരുന്നു. പിന്നെ എപ്പോഴും ലുലുവിൽ പോകുമ്പോൾ നമ്മൾ കവർ കരുതും. അങ്ങനെ ഇതൊക്കെ നമ്മൾ മേടിച്ച സംഭവങ്ങളാണ് കേട്ടോ. അരി മുതൽ പീനട്ട് ബട്ടർ തൊട്ട് പേസ്റ്റ് തൊട്ട് ബ്രഷ് വരെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പുതിയ കവർ. എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ പില്ലോ കവറുകൾ ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു, ബ്ലാങ്കറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അധികം ഐറ്റംസും സംഭവങ്ങളും ഒക്കെ നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ. ശ്രീകുട്ടനുള്ള കുറച്ച് ഐറ്റംസ് മേടിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ മേടിച്ചായിരുന്നു. പിന്നെ ശ്രീകുട്ടനെ എപ്പോഴും നമ്മൾ സ്നാക്സ് ഐറ്റംസ് ഞാൻ അവിടെ നിന്ന് കേക്ക് ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് മേടിച്ച് വെക്കും. കാരണം നമ്മുടെ സ്നാക്സിൻ്റെ ഒപ്പം ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ പച്ചപ്പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കുക്കീസും ഒക്കെ മേടിച്ച് വെക്കാറുണ്ട്. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായ കാരണം കൊണ്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിനോട് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പകുതിയാക്കുക ചെയ്യുക. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പകുതിയാക്കി കുഞ്ഞിനും ഞാനും കൂടെ ഷെയർ ചെയ്ത് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് ചേച്ചിയുടെ അടുത്ത് നിന്ന് പോകുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന ശ്രീകുട്ടൻ, ലുലുവിലെ ഭക്ഷണം കഴിക്കുന്ന ശ്രീകുട്ടൻ. നോക്കട്ടെ ഡ്രസ്സ് നോക്കട്ടെ. അറിയ ഒരു ഫാഷൻ സെൻസ് ഇല്ലാത്ത ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല കേട്ടാ, ഞാൻ പൊട്ടയെന്ന് പറഞ്ഞ ഞാനൊരു അഭിപ്രായം പറയാത്ത ആളോ ഒന്നിനും. പച്ച 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 ബൾബുകൾ. അതാരുടെ മണിയെ ഇത്ര വലുത മാമനുള്ളതാണോ? കഴിഞ്ഞ മോൻ്റെ തന്നെയാ.
പിങ്കല്ല ഇതിപ്പോ ചോപ്പയാ. അവിടെ കണ്ടപ്പോ ആ ചോപ്പയാ, ഇവിടെ കണ്ടപ്പോ കഴിഞ്ഞു. വേറൊരാൾക്കുള്ളതുണ്ട്, കാണിച്ചു കൊടുത്താറ പണിയാ. എന്റെ ഫ്രിൽസ് ഉണ്ടല്ലോ. പണിയാ ശ്രീകുട്ടനാണത്. എന്റെ മോനുള്ളതാ. 3 എണ്ണം എടുത്തിട്ടുണ്ടാവും. അപ്പൊ എടുത്തിടുവോ പണി? ഇനിയത് ബ്ലാക്കും വിയേഡായിട്ടിരിക്കണമെന്ന്. 3 എണ്ണം ഇട്ടുണ്ട് കേട്ടോ. Oh my god, sis. Oh my god, Srikutta. കുഞ്ഞൻ ട്രെയിനിങ്ങിന് പോയത് 10 ദിവസം ചിറ്റരട്ട് പോയി നിന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ ചെറുപ്പയർ കൂട്ടാൻ കൂട്ടി ചോറുണ്ട്. ഞാൻ അംഗൻവാടിയിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെറുപ്പയർ കഴിച്ചേ. ബീഫ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ഉണക്കമേ ഓർത്തതുണ്ടായിരുന്നു. ചെറുപയർ ട്രോമ ഫുഡ് അംഗൻവാടി കഴിക്ക് കഴിക്ക്. കഞ്ഞിയില് ചെറുപയറിട്ട് അങ്ങോട്ട് അടിക്കും. ഇപ്പൊ ചെറുപയറ് അടിക്കണില്ല തോന്നുന്നുണ്ട് കുക്കറില്. അത് ട്രോമയായിട്ടൊക്കെ ചെറുപയർ കാണുന്ന അപ്പക്ക് നമ്മുടെ ലൈഫിലും ഉണ്ടാവൂലേ ഇതുപോലെ ട്രോമയായിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഞാനിപ്പോഴും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് റിയലൈസ് ചെയ്യാൻ പോലും പറ്റുന്നത് അതൊരു ട്രോമയായിരുന്നു എന്നുള്ളത്. അതിങ്ങനെ മറക്കാതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കരിങ്കലിയിൽ കൊത്തിവെച്ച പോലെയുള്ള ഓർമ്മകളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതാണ് ഈ ട്രോമകൾ എന്ന് പറയുന്നത്. പൊട്ടാട്ടോ, നല്ലത് ഓർമ്മകളാണ്, സ്വീറ്റ് മെമ്മറീസ്. ബാക്കിയുള്ളതൊക്കെ മറ്റേ ട്രോമകൾ എന്ന് വിശേഷിപ്പിക്കും. കുഞ്ഞിൻ്റെ ട്രോമയാണ് അത്ര ചെറുപയർ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചായിരുന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പണ്ട് എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ലടാ. പക്ഷെ ഇപ്പൊ അതുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകുട്ടനും കുഞ്ഞിനാണ് അത് ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി നിങ്ങളെ ബാക്കിലേക്ക് കൊണ്ടുവന്നതാ. എന്റെ ചേച്ചിമാർക്ക് ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. നോക്കി മുളക് ഉണ്ടായിക്കണ് ചേച്ചിയുടെ മുളക് പാടം. ഇവിടെ ഇത് മാത്രല്ല കേട്ടാ, ഇതേ ചേച്ചി പറയുന്നത് ഇതേ ഞാൻ കുറച്ച് പൊട്ടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ചൊറുക്കയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പ് കൂട്ടി കടിക്കാൻ ഭയങ്കര ടേസ്റ്റ്. അത്ര എനിക്ക് മതി, എനിക്ക് മതി. ഇതേ അടിപൊളിയാ. കൊറേ ഉണ്ട്. ഇതേ ഇപ്പുറത്തുണ്ട്, ഇവിടെ ഉണ്ട്. കണ്ടാ കണ്ടാ നമ്മളെ പ്രാവശ്യം വലിയൊരു മുളക് വെച്ചിട്ട് ഒരു മുളക് പോലും പിടിച്ചില്ല. വേഗണ്ട ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുണ്ടായിണ്ട് മുളക് മരം. ബിരിയാണി കഴിക്കല് ബാക്കിയുള്ളത് വരെ ചേച്ചി തന്നിട്ടുണ്ട്. ഞാൻ പോവാട്ടാ. ഞാൻ ഇനി കുഞ്ഞൻ തിങ്കളാഴ്ച വരിക. തിങ്കളാഴ്ചയാണ് കുഞ്ഞൻ പോണത്. അപ്പോൾ ഞാനൊരു ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്കിനി വല്ലൂർ എത്തിയിട്ട് കാണാം. കുറെ നാളിരുന്നു കേട്ടോ. ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് മടങ്ങാണ് കേട്ടോ. ചേച്ചിമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവനെയൊക്കെ കണ്ട് നമ്മൾ പതുക്കെ മടങ്ങാണ്. ഇനി ഞായറാഴ്ച നമ്മൾ തിരിച്ച് വരും കുഞ്ഞനെ കോതമംഗലത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പറയാം കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ കടയിലൊക്കെ കയറിയായിരുന്നു. ശ്രീകുട്ടന് ഒരു ചെരുപ്പ്, അതായത് നമ്മുടെ ബൂട്ട് വന്നായിരുന്നു. അവൻ ഫുട്ബോൾ കളിക്കുന്ന ആളാണേ. അപ്പോൾ അവന് ബൂട്ട് പറഞ്ഞ് മേടിച്ചു കൊടുത്തായിരുന്നു. അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. എടുക്ക്.
സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോഴേ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ആൾക്കാരുടെ ചെറുതുണ്ടായിരുന്നു ഒരെണ്ണം. പക്ഷെ അവൻ വലുതായപ്പോൾ ചെരുപ്പ് വലുതായില്ല. ചെരുപ്പ് ചെറുതാവാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം എന്നെക്കാളും വലിയ ചെരുപ്പ് വേണം കേട്ടോ. എനിക്ക് 3 മതി ചെരുപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ കാലം എത്രയും ചെറുതായിരിക്കുന്നത്. ശ്രീകുട്ടന് 4നേക്കാളും വെള്ളി വേണം. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുക്കർ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിന് വളരെ ഇതായിട്ടുള്ളൂ. ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കുക്കറായിരുന്നു കേട്ടോ. പിന്നെ വീക്കെൻഡല്ലേ കുറച്ചധികം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ഒരാഴ്ചയ്ക്കുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ചീര ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി നമ്മുടെ പറമ്പിലത്തെ കായൊക്കെ വെട്ടി തുടങ്ങിയായിരുന്നു. അതിൻ്റെ നേന്ത്രക്കൊലകൾ ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിള്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ കട ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോഴേ അതിന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഹൈവേയിലോട് ചേർന്നിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ ചെറിയൊരു നോട്ടം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരും. എസ്പെഷ്യലി ചേച്ചിമാരുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ബേക്കറിയിൽ നിന്ന് ചെറിയൊരു ജ്യൂസൊക്കെ കുടിച്ച് ലക്ഷ്മിയോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുഞ്ഞൻ പോകുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മടങ്ങാണ്. ആക്ച്വലി കുഞ്ഞൻ പോകുന്ന പോലെ എന്തെങ്കിലും വിഷമമുണ്ടോ ശ്രീജ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ച അവൾക്ക് വരാൻ പറ്റുമല്ലോ. ഞാനൊന്നും പോയ പോലെ ഒരൊറ്റപ്പോക്ക് പോവല്ലല്ലോ. എന്നാലും നമ്മുടെ അടുത്തുനിന്ന് മാറിയിരിക്കുമ്പോൾ ഒരു വിഷമല്ല, ഒരു ടെൻഷൻ ഉണ്ടല്ലോ നമുക്ക്. ഒരു അമ്മമാരൊരു ടെൻഷൻ അതാണ് നമുക്കുള്ളതുള്ളൂ. പിന്നെ അഡൾട്ട് ആയിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരിഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പിള്ളേർ പുറത്ത് പോയി നിന്ന് പഠിക്കുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതാണ്. ജീവിതം കുറച്ചും കൂടെ അവർ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തോട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ. കാരണം നന്നായിട്ട് നമ്മൾ എന്ത് സാഹചര്യത്തിനോടും സർവൈവ് ചെയ്യാൻ പഠിക്കും. അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരാനുള്ളതാണ്. മക്കളെ, നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് വിട്ട് നിന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ജീവിതത്തിൽ നമ്മളിങ്ങനെ വീണോടം വിഷ്ണു ലോകം എന്നൊക്കെ പറയില്ലേ, ചേരേര നിന്നണ നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ചേരേര നടുക്കഷ്ണം നിന്നെ പഠിക്കുന്നൊക്കെ, അതൊക്കെ ഇവിടെ ഭയങ്കര അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കടയിൽ നിന്ന് നമുക്ക് അന്നത്തേക്ക് വേണ്ട സംഭവങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഭാഗ്യം ഭാഗ്യന് വേണ്ടതും എനിക്ക് വേണ്ടതും ശ്രീകുട്ടന് വേണ്ടതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് മടങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം സന്ധ്യയൊക്കെ കഴിഞ്ഞായിരുന്നു. നല്ല അടിപൊളി മഴയോടുകൂടി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മേടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടക്കി പറക്കി ഒരു സ്ഥലത്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ നാളത്തെ എക്സാമിനുള്ള വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇതാണ് ചേച്ചിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ പച്ചമുളക്. ഇതിൽ 3-4 എണ്ണം നമ്മൾ നന്നായിട്ട് പഴുത്തത് കൊണ്ടുവന്നായിരുന്നു ഞാൻ നടാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റും കുറച്ച് ഏരിയയിൽ ഇങ്ങനെ കല്ല് വെച്ച് തിരിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിട്ട് കൊടുത്ത് വളർത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ മണ്ണിൽ എന്തും പിന്നെ വളരും. നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനിങ്ങനെ നമ്മുടെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കെട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. പിന്നെ പച്ചക്കറികളായാലും നമ്മൾ ഇതുപോലെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യും. ഈ ഈ എന്താ പറയുക, തക്കാളി, സവോള, ഉരുളക്കിഴങ്ങ് ഈ സംഭവങ്ങളൊന്നും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കില്ല. പിന്നെ കുക്കുമ്പറൊന്നും വെക്കില്ല. അതൊക്കെ നമ്മൾ അന്നേ തന്നെ ഉപയോഗിച്ച് തീർക്കും. പിന്നെ മാങ്ങ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഇതും വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. അപ്പോൾ തന്നെ ഒരു വലിയൊരു ബൗളുണ്ട്, നമുക്കൊരു ഫ്രൂട്ട് ബൗൾ, അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതൊക്കെ ക്യാരറ്റൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ വരും. അപ്പോൾ ഞാൻ ആകെ 2-3 എണ്ണം എടുക്കുള്ളൂ. ആക്ച്വലി ആ ഒരു കവർ തട്ടിപ്പോയി അതിൽ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയിടുക. അല്ലെങ്കിൽ ആ മണ്ണ് മുഴുവൻ അവിടെ താഴെ ആവില്ലായിരുന്നു. പിന്നെ 3-4 മാങ്ങ. ഇവിടെ മാങ്ങ എപ്പോഴും ഉണ്ടാവും. മാങ്ങ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡുമാണ്. അത് നമ്മളിങ്ങനെ ചെത്തി കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് അടിച്ചിട്ട് മധുരമൊന്നും ഇടാതെ കുറച്ച് പാലൊഴിച്ച് അതങ്ങോട്ട് കഴിക്കാനൊക്കെ ആയിട്ടോ ഒരു നേരത്തെ ഫുഡൊക്കെ ആയിട്ട് ഈ മാങ്ങ പോകാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് ബൗൾ എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതോ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ലിങ്ക് ഇല്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കീൻവ മേടിച്ചായിരുന്നു. അത് കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായി മില്ലറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടെ അല്ല ഡയറ്റ് നോക്കുന്ന സമയത്തൊക്കെ കീൻവ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഓട്സ്, അത് നമുക്ക് ചോക്ലേറ്റ് ഓട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പുതിയത് ശ്രീകുട്ടന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അവൻ ഓട്സ് അധികം കഴിക്കുന്ന ആളല്ല, ചോറും കൂട്ടാൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നേരത്ത് കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിറയെ നട്ട്സും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റും ഒക്കെയുള്ള ഈ ഒരു ഓട്സ് മേടിച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ സാധാരണ ഓട്സ് ഇല്ലേ, അതായത് ഫ്ലാറ്റ് ഓട്സ് അല്ലെങ്കിൽ റൗണ്ട് ഓട്സോ അതൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് കുറച്ച് ജാഗരിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് തിളപ്പിച്ച് വെള്ളത്തിൽ ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കാലത്ത് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ
ഒക്കെ ആയിട്ട് കഴിക്കാം. നേരത്തെ പറഞ്ഞ ആ സ്നാക്സിന്റെ ഒരു സംഭവങ്ങളുണ്ടല്ലോ, ഇതാണ് ട്ടോ അത്. ഇത് വലിയ അധികം ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ ചേട്ടന്മാര് പണിക്കൊക്കെ ഉണ്ടാകുമ്പോൾ ചായക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് പോവാറുള്ളത്. എനിക്ക് നേരം ഇല്ലാന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന വെറൈറ്റി കുറച്ച് ഫ്രൂട്ട്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കുംല്ലേ? അപ്പൊ നിങ്ങളെന്നെ കളിയാക്കരുത്. ഞാൻ പക്ഷെ അത് കഴിച്ചിട്ടില്ല. നമ്മുടെ ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോടാ. ഞാനത് കഴിച്ചിട്ടില്ല. തുറക്കുമ്പോ ഒരു റെഡ് കളറാന്ന് തോന്നുന്നു ട്ടോ. ഞാനത് ഇനി തുറക്കുമ്പോ ഞാനത് ഷോർട്സ് ആയിട്ടെങ്കിലും ഇടാം. കാണാത്തവര് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോ ഒന്ന് മേടിച്ച് കഴിച്ചോക്കണം. നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്കും ആസ്വദിക്കേണ്ടേ ഈ രുചികളൊക്കെന്ന്. പിന്നെ ഒരു അവക്കാഡോ മേടിച്ചു. ഇവിടെ വേറെ ആരും ഇത് കഴിക്കില്ല. വെണ്ണപ്പഴം എന്നാണ് പറയാ. നമ്മുടെ വീടിന്റെ അടുത്ത് ഒരുപാട് വീടുകളിൽ ഇതിന്റെ മരവും അതുമ്മെ നിറച്ചും ഉണ്ടാവുന്നുണ്ട്. അത് ഇന്ത്യൻ അവക്കാഡോ ആണ് ട്ടോ. ഇത് പക്ഷെ ബ്രസീലിയൻ അവക്കാഡോ ആണ്. ഉം. അങ്ങനെ നമ്മള് രണ്ടാമത്തെ പൊതി പൊട്ടിച്ചു. അതില് കൊറേ അൽത്തുകുളുത്ത് സംഭവങ്ങള് എന്താ പറയാ, ശർക്കര, പാസ്ത ഒന്നെടുത്താ ഒന്ന് ഫ്രീ. അതിലൊരെണ്ണം ഞാൻ കുഞ്ഞിന് കൊടുത്തിട്ട് പോന്നു. പിന്നെ ഉപ്പ്, അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോപ്പ് പൊടി, പിന്നെ നമ്മുടെ തീപ്പെട്ടി അതൊക്കെ നമ്മള് ഒരേ വശത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി കർക്കിടകം വരാൻ പോവാണല്ലോ. അപ്പൊ നമ്മള് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. കർക്കിടകം 1-ാം തീയതിക്ക് മുന്നായിട്ട്. എന്താണ് അതിനെ പറയാ, സംക്രാന്തി എന്ന് പറയും. ആ സംക്രാന്തിക്ക് മുന്നായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യും. അപ്പൊ ആ ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. സ്റ്റോർ റൂമൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. മാസത്തിലൊരിക്കലാണ് ആ പരിപാടി ഉള്ളൂ ട്ടോ. എനിക്കെന്നും നേരം കിട്ടാറില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് പെട്ടിയിലാക്കി വെച്ചിട്ടേ നമുക്കൊന്ന് ഇവിടെ വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു റൂം ഫ്രഷ്നർ മേടിച്ചായിരുന്നു. എന്നും നമ്മൾ മറ്റേ കട്ട മേടിക്കുക. ഇന്ന് ഞാൻ കുറച്ച് ലിക്വിഡ് മേടിച്ചു. ഇതാണ് എൻ്റെ പുതിയതല്ല, നമ്മള് ലുലുവിലേക്ക് കൊണ്ടുപോകുന്ന ബിഗ് ഷോപ്പർ എന്നല്ലേ പറയാ. അപ്പോൾ ആ ഷോപ്പർ നമ്മൾ മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം മറക്കാണ്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ 25 രൂപ നഷ്ടത്തിലാണെന്ന്. 25 രൂപ എന്ന് പറയുന്നതല്ല നഷ്ടത്തിലാണെന്നല്ല. ഈ സാധനം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ നമുക്ക് ആ കവറുണ്ട്. അത്രയും വലിയ കവർ നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ പൈനാപ്പിൾ കേക്ക്, അങ്ങനത്തെ പുഡിങ്ങുകളും സംഭവങ്ങളൊക്കെ ഒരുപാട് മേടിച്ചായിരുന്നു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം ട്ടോ. ഇത് നമ്മള് അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ടവലാണ്. ടവലിന് 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി നല്ലതാണല്ലോ. നല്ല വലിപ്പമുണ്ട്. ഭാഗ്യന് എപ്പോഴും കുളി കഴിയുമ്പോൾ ടവല് അരയിൽ കെട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ടവല് കെട്ടിയിട്ടാണ് ആൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എല്ലാ ബോയ്സും അങ്ങനെയാണോ? അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ. അപ്പോൾ അതുപോലെ ഈ ടവല് കെട്ടാനായിട്ട് കുറച്ച് വലിയ ടവല് വേണ്ടേ. അപ്പോൾ അത് അത്രയ്ക്ക് വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പരിപാടികളൊക്കെ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ. പർച്ചേസിങ് ഡേ നമുക്ക് എപ്പോഴും ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ കുറേ വിശേഷങ്ങളോ നിങ്ങളോട് പങ്കുവെച്ച്, കുറേ പങ്കുവെക്കാനായിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ. എൻ്റെ മുഖത്ത് എന്തോ ഒരു സംശയഭാവമല്ലേ. ഭാവം മാറ്റിയിട്ടേ അടുത്ത വ്ളോഗിൽ കാണാം ട്ടോ.